വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBIയുടെ കുറ്റപത്രം. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ലൈഫ് മിഷനും പ്രതിപട്ടികയിലുണ്ട്. FCRA ലംഘനത്തിനാണ് കേസ്. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. ജിജീഷ്, ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ച് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരെ പറ്റി ഇതിൽ പറയുന്നുണ്ടല്ലോ. ഗൗതം, ആസൂത്രിതമായി തന്നെ നടന്ന ഒരു ക്രമക്കേടാണ് എന്ന കാര്യം തന്നെയാണ് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതികളെല്ലാവരും തന്നെ ക്രമക്കേടുകളിലൂടെ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടു എന്ന കാര്യം CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കമ്മീഷൻ ഇടപാടുകളിലൂടെയാണ് ഓരോരുത്തരും പണം കൈക്കലാക്കിയതും ഈ ക്രമക്കേടുകളുടെ ഭാഗമായത് എന്ന കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുന്നത്. കാരണം ലൈഫ് മിഷൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കെട്ടിട നിർമ്മാണം നടക്കുന്നത്, ഫ്ലാറ്റ് നിർമ്മാണം നടക്കുന്നത്. ഈ പ്രളയ ദുരിതബാധിതർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതിന് UAE റെഡ് ക്രസന്റ് 21 കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതനുസരിച്ച് പണം കൈമാറുകയും ചെയ്തു. എന്നാൽ 10 കോടി രൂപ മാത്രമായിരുന്നു ഈ ഒന്നാം പ്രതിയായിട്ടുള്ള സന്തോഷ് ഈപ്പന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് ചെലവ് വന്നത്. ബാക്കിയെല്ലാം തന്നെ കമ്മീഷൻ ഇടപാടുകളായി, ഇതിൽ ഇടനില നിന്ന ആളുകൾക്ക് കമ്മീഷൻ ഇടപാടുകളായി ഇടനില നിന്ന ആളുകൾക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ 4.5 കോടിയിലധികം രൂപ കമ്മീഷൻ ഇടപാടുകളായി മാറ്റിയിട്ടുണ്ട് എന്നാണ് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും സ്വപ്ന സുരേഷ്, ഒപ്പം തന്നെ സരിത്ത്, സന്ദീപ് തുടങ്ങിയ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ കണ്ണികളായ ആളുകൾ അവരെല്ലാവരും തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഈ ആളുകളെ എല്ലാം തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒന്നാം പ്രതി സന്തോഷ് ഈപ്പനാണ്, രണ്ടാം പ്രതി സന്തോഷ് ഈപ്പന്റെ കമ്പനിയാണ്, മൂന്നാം പ്രതി ലൈഫ് മിഷനാണ്. ഈ കരാറുകളെല്ലാം തന്നെ നൽകിയിട്ടുള്ള ലൈഫ് മിഷൻ, സർക്കാരിൻ്റെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള പദ്ധതിയായിട്ടുള്ള ലൈഫ് മിഷനാണ് ഈ കേസിൽ മൂന്നാം പ്രതിയായിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് സന്ദീപ്, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരും പ്രതിപട്ടികയിലുള്ളത്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ 7ാം പ്രതിയാണ്. എന്നാൽ ശിവശങ്കറിനെതിരെ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അനുബന്ധ കുറ്റപത്രത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കുമെന്ന കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഗൗതം, ഓക്കെ. ജിജീഷ് കരുണാകരനാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട CBI സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.